السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് ശരിയാവണ്ണം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും ആ ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യാനുമുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ചു മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മെയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യനായ ഹാരിസ് മൗലവി ഏതാണ്ട് ഒരു വ്യക്തത കാര്യങ്ങളിൽ നമുക്ക് നൽകിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരം ദീന് പഠിപ്പിച്ചു. 23 കൊല്ലം കൊണ്ടാണ് ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു പോയത്. ഓരോ സന്ദർഭങ്ങളിലായി ഓരോ ആയത്തുകളായിട്ടാണ് വഹയ്യായി കിട്ടിയത്. ചിലപ്പോൾ 2 ആയത്ത്, 3 ആയത്ത്, ചെറിയ സൂറത്ത്, ഒരു ഹദീസ്, ഇങ്ങനെയൊക്കെയാണ് വഹയ്യായി നബിതങ്ങൾക്ക് അല്ലാഹു തആല അറിയിക്കാറുള്ളത്. ആ കിട്ടിയ വഹയ്യ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ നബിയുടെ കൂടെ നടന്ന് രാവും പകലും നബിയോടൊപ്പം ഉണ്ടായിക്കൊണ്ടാണ് അവർ ദീനു പഠിച്ചത്. എല്ലാ ദിവസവും എല്ലാ സമയവും കൂടെ നിൽക്കാൻ കഴിയാത്ത ആളുകൾ നബിക്ക് വരുന്ന ഒരൊറ്റ വഹയും നഷ്ടപ്പെടാതിരിക്കാനായി ചില പ്ലാനുകൾ അവർ തയ്യാറാക്കി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ അയൽവാസിയായ ഒരു അൻസ്വാരി സുഹൃത്തുണ്ട്. ഉമർ ഖത്താബ് ആകട്ടെ മുഹാജിറാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരാണല്ലോ. അയൽവാസി അൻസ്വാരിയുമാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പരസ്പരം ധാരണയാക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ രണ്ടിൽ ഒരാൾ എപ്പോഴും ഉണ്ടാവുകയാണ്. ഒരിക്കൽ ഞാൻ നബിയോടൊപ്പം പോകും, അന്ന് എൻ്റെ അയൽവാസി ജോലിക്ക് പോകും. അങ്ങനെ അധ്വാനിച്ച് വൈകുന്നേരമാകുമ്പോഴേക്ക് 2 വീട്ടിലേക്കും ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവൻ അധ്വാനിച്ച് കൊണ്ടുവരും. ഞാനന്ന് രാവിലെ മുതൽ ഇശാ വരെ നബിയുടെ കൂടെ അങ്ങനെ നടക്കും. ഇശാ കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ അന്ന് നബിതങ്ങൾ പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും എൻ്റെ അയൽവാസിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. പിറ്റേന്ന് എൻ്റെ അയൽവാസി നബിയുടെ കൂടെ പോകും, അന്ന് ഞാൻ ജോലിക്ക് പോകും. അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നാൽ
അയൽവാസിയെ കാത്തിരിക്കും. ആ അയൽവാസി വന്നാൽ അന്ന് എന്തെല്ലാം വഹയ ലഭിച്ചുവോ അത് മുഴുവൻ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ കുന്ന നതനാവബു നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഊഴം സ്വീകരിച്ചുകൊണ്ട് നബി അടുക്കൽ ചെല്ലുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ദീനു പഠിച്ചത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയ റിപ്പോർട്ടാണ്. ഇങ്ങനെയാണ് സ്വഹാബിമാർ ദീനു പഠിച്ചത്. 23 കൊല്ലം കൊണ്ട് ദീനിന്റെ മുഴുവൻ അധ്യാപനങ്ങളെയും നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സ്വഹാബത്തിന്. എല്ലാം പഠിച്ച, എല്ലാം പടിഞ്ഞ, എല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്തു നബി തങ്ങളുടെ വഫാത്തിന് മുമ്പേ തന്നെ. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ച, അറിഞ്ഞ, എന്ന ചില വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരായി നല്ലൊരു സംഘം സ്വഹാബിമാർ അവിടെ ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, എന്നും ഇതേ അവസ്ഥയിൽ ഈ ഉമ്മത്ത് ഉണ്ടാവുകയില്ല. ഈ ഉമ്മത്തിന് വീക്ഷണ വ്യത്യാസങ്ങൾ വരും, വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് കൂടിപ്പോയി ജൂതരേക്കാൾ ക്രൈസ്തവരേക്കാൾ ഏറെ എൻ്റെ ഉമ്മത്ത് ഭിന്നിപ്പിലേക്ക് പോകും. അങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങളും കക്ഷികളുമൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അഥവാ ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗം സ്വീകരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്കുള്ള ആളുകൾ, ബാക്കിയെല്ലാം നരകാവകാശികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ ഇത് പഠിപ്പിച്ചു പോകുമ്പോൾ സ്വഹാബത്തിനിടയിൽ 2-3 ഗ്രൂപ്പില്ല, ഒറ്റ വിഭാഗമേ സ്വഹാബിമാരെല്ലാവരും ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മളൊക്കെ പറയാലോ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ പല വിഭാഗമായി, സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും അങ്ങനെ വ്യത്യസ്തമായ വിഭാഗങ്ങളായി മാറി. എന്തിനാ ഇപ്പൊ ഈ പേരൊക്കെ? എല്ലാവരും മുസ്ലിം എന്നാണ് പറഞ്ഞാൽ പോലെ വ്യത്യസ്ത പേരെന്തിനാ എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. സ്വഹാബിമാരുടെ കാലത്ത് ഒറ്റ പേരേ ഉള്ളൂ ആദ്യകാലത്ത്. കാരണം അന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ 2 ഐറ്റം മുസ്ലിമീങ്ങളില്ല. ഒരാൾ മുസ്ലിമാണോ അയാളുടെ വിശ്വാസം, അയാളുടെ ആദർശം, അയാളുടെ അനുഷ്ഠാനവും അയാളുടെ ഇബാദത്തുകളും എല്ലാം എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ ഏത് മുസ്ലിമാണ് ചോദിക്കേണ്ട ആവശ്യം അന്നില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്വഹാബിമാർ എല്ലാവരും വഫാത്താകുന്നതിന് മുമ്പേ തന്നെ ചില വിഭാഗീയതകൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി വന്നു. അങ്ങനെ ഷിയാക്കളും ഖവാരിജുകളും രംഗത്ത് വന്നു. അന്ന് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഷിയാക്കൾ ഉണ്ടായപ്പോ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഖവാരിജുകൾ ഉണ്ടായപ്പോ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഖദരികൾ രംഗത്ത് വന്നപ്പോഴും സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഈ 3 വിഭാഗം സ്വഹാബത്ത് മരിച്ചു തീരും മുമ്പാണ് ഉടലെടുത്തത്. ഷിയാക്കളുടെ വിശ്വാസം സ്വഹാബിമാരിൽ 10-ൽ താഴെ സ്വഹാബിമാർ മാത്രമേ ഇന്ന് മുസ്ലിമായി നിലനിൽക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയതാണ്. ഖവാരിജികളുടെയും വാദം അത് തന്നെയാണ്. ഖദരിയാക്കളുടെ വാദം അല്ലാഹു തആലയുടെ ഖദാ ഖദറൊന്നുമില്ല, റബ്ബ് അങ്ങനെ തീരുമാനിക്കുന്നില്ല, അല്ലാഹു തആല ഒന്നും നിശ്ചയിച്ചിട്ടില്ല, അല്ലാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചു വിട്ടു, ആ മനുഷ്യന്മാർ എന്ത് ചെയ്യുമെന്ന് അല്ലാഹു തആലക്ക് നേരത്തെ അറിയുകയില്ല, അല്ലാഹ്ക്ക് തീരുമാനവുമില്ല, മനുഷ്യന്മാരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ ചെയ്യുമ്പോഴേ പഠിച്ചവനും അറിയുന്നുള്ളൂ എന്ന് വാദിക്കുന്നവരാണ് ഖദരികൾ എന്നറിയപ്പെടുന്നവർ. ഖദർ ഇല്ല എന്ന് പറയുന്ന ആളുകൾ. ഈ 3 വിഭാഗത്തിനെതിരെ സ്വഹാബിമാർ ശക്തമായി രംഗത്തിറങ്ങി. അതോടുകൂടി നാട്ടിൽ 4 ഐറ്റം മുസ്ലിമീങ്ങളുണ്ടായി. ഒന്ന് ഷിയ മുസ്ലിം, മറ്റൊന്ന് ഖവാരിജ് മുസ്ലിം, മറ്റൊന്ന് ഖദരി മുസ്ലിം, മറ്റൊന്ന് ഒറിജിനൽ ശരിയായ സ്വഹാബത്തിന്റെ ആ നിലപാട് സ്വീകരിച്ചു പോന്ന അഹ്ലുസുന്നയുടെ പാദം സ്വീകരിച്ച മുസ്ലിമീങ്ങളും. അപ്പൊ 4 ഐറ്റം മുസ്ലിമീങ്ങൾ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഉണ്ടായി വന്നിട്ടുണ്ട്. അന്നൊരാൾ പരിചയപ്പെട്ടാൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഉടൻ ചോദിക്കും, ഏത് മുസ്ലിമാണ്? ഷിയാണോ ഖവാരിജാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വന്നു. എന്തുകൊണ്ട്? പല ഐറ്റം മുസ്ലിം ഉണ്ടായതുകൊണ്ട്. എന്നാ ഒറ്റൊന്നുണ്ടായിരുന്നുവെങ്കിലോ ചോദിക്കേണ്ട കാര്യമില്ല, കൃത്യമാണ്. വ്യാജൻ വരുമ്പോൾ സ്വാഭാവികമായും ഒറിജിനലിന് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം വേണ്ടി വരും.
അങ്ങനെയാണ് പലരും പറ്റിക്കാൻ തുടങ്ങി. മുസ്ലിമാണെന്ന് പറയും, ഖാദർ റസൂലുള്ളാഹി എന്ന് പറയും, പിന്നെ വിശ്വസിക്കാൻ പറ്റാതായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബിയുടെ പിതൃവ്യപുത്രനാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹത്തൊരിക്കൽ ഒരാൾ വന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ഖാദർ റസൂലുള്ളാഹി. ഇബ്നു അബ്ബാസ് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു നെലിമ്പലില്ലല്ലോ, എന്താ നിങ്ങൾ ഇങ്ങനെ? ഇബ്നു അബ്ബാസ് പറഞ്ഞു, പണ്ടൊക്കെ ഞങ്ങൾ ഖാദർ റസൂലുള്ളാഹി എന്ന് കേട്ടാൽ ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെപ്പോലത്തെ കുറെ മനുഷ്യന്മാര് ഇല്ലാത്തിനൊക്കെ ഖാദർ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവിടെ ഖാദർ റസൂലുള്ളാഹി കേട്ടാൽ ഞങ്ങളിപ്പോ അങ്ങനെ ചാടി വീഴലില്ല. കാരണം ഈ പറഞ്ഞോനെ ഇബ്നു അബ്ബാസിന് അറിയാം. ഈ അവസ്ഥയിലേക്ക് പിന്നെ കാര്യങ്ങൾ എത്തി. അപ്പൊ സ്വാഭാവികമായും മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു അധികമായ ഐഡന്റിറ്റി, തിരിച്ചറിയാനുള്ള അടയാളം ആവശ്യമായി വന്നു. അപ്പൊ സ്വീകരിച്ച പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിന്റെ ആളുകൾ, ജമാഅത്തിന്റെ ആളുകൾ. അപ്പൊ പിന്നെ മുസ്ലിമാന്ന് പറഞ്ഞാൽ പോരാ. ഒരാൾ പരിചയപ്പെടുമ്പോ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഞാൻ അഹ്ലുസുന്ന വൽ ജമാഅയാണോ ചോദിക്കും. ഇല്ല, അത് ഞാനില്ല. കാരണം സുന്നത്തല്ല നബിയുടെ സുന്നത്ത്, ജമാഅത്ത് സ്വഹാബത്ത് ഏകോപിച്ചത്. അപ്പോൾ ഒരു പണി സ്വഹാബികൾ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല, സ്വഹാബിയുടെ പ്രതിസ്ഥാപനം പുറത്തു പോയിട്ടില്ലേ, അതുകൊണ്ട് ഓരെ സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ മനസ്സിലായി ഓ ശരിയായ മുസ്ലിം അല്ല. ഇതാണ് ഈ ഭിന്നിപ്പ് മുസ്ലിം ഉമ്മത്ത് വന്നതിന്റെ തുടക്കം. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹി ഹിജ്റ 150 അദ്ദേഹം വഫാത്തായത്. 150. അദ്ദേഹം കൂഫക്കാരനാണ്. അദ്ദേഹം ഫിഖഹിലെ, കർമ്മശാസ്ത്രത്തിലെ വലിയ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ്. വിശ്വാസരംഗത്ത് ഒരു കാലത്ത് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം വഹിച്ച പണ്ഡിതൻ കൂടിയാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ. അദ്ദേഹം കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനായി വരുന്നു. ഹജ്ജിന് വന്നപ്പോൾ അബൂ ഹനീഫ ഇമാം ദുആ ചെയ്തു, പഠിച്ചോനെ ഈ ഒരു ദീർഘമായ യാത്രയിൽ ഒരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ കൂടെ ഈ ഹജ്ജ് യാത്രയിൽ സഹവസിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അബൂ ഹനീഫ ഇമാം മക്കയിലെത്തി. മക്കയിലെ ഹജ്ജിന്റെ ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ മനസ്സിലായി താബിഇയായ അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാ ഈ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ട്. അത്വാ വലിയ താബിഇയാണ്, സീനിയർ താബിഇയാണ്. ഒരുപാട് സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബിമാരിലൊക്കെ ദീനു പഠിച്ച പ്രായം ചെന്ന മുതിർന്ന താബിഇകളിൽപ്പെട്ടതാണ് അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാ. അബൂ ഹനീഫയാവട്ടെ ജൂനിയറാണ്. അദ്ദേഹം താബിഇ ആണോ അല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില സ്വഹാബിമാരെ അദ്ദേഹം കണ്ടുവെന്നും കണ്ടിട്ടില്ല എന്നുമൊക്കെയുള്ള ചർച്ചകൾ ചരിത്രത്തിൽ കാണാം. ആ സ്വഹാബികളെ കണ്ടെങ്കിൽ അദ്ദേഹം താബിഇയാണ്, കണ്ടിട്ടില്ലെങ്കിലോ അദ്ദേഹം താബിഉമാണ്. ഈ താബിഇ ആണെങ്കിൽ തന്നെ ഏറ്റവും ജൂനിയർ ലെവലിൽപ്പെട്ട താബിഇയാണ്. അതുകൊണ്ട് അത്വാ ഇബ്നു അബീ റബാഹിനെ അറിയില്ല അബൂ ഹനീഫയെ. അത്വാ മക്കത്താണ്, അബൂ ഹനീഫ കൂഫയിലാണ്. അത്വാ ഇബ്നു അബീ റബാഹ് ഹജ്ജിനുണ്ട് എന്ന് അറിഞ്ഞപ്പോ അബൂ ഹനീഫ ഇമാമിന് വല്ലാത്തൊരു ആവേശം. അത്വാനൊന്ന് പോയി കണ്ടിട്ട് കൂടെ കൂടാൻ ചോദിച്ചാലോ എന്നാണ്. അത്വാ വലിയ ഉസ്താദാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ എന്നെ പോലത്തെ ഒരാൾക്ക് കൂടാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഈ ഹജ്ജ് വേളയിൽ അത്വാ ഇബ്നു അബീ റബാഹിന്റെ കൂടെ സഹവസിക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം, ഒരുപാട് ദീനു പഠിക്കാം, കുറെ സംശയങ്ങൾ തീർക്കാം. അങ്ങനെ അബൂ ഹനീഫ ഇമാമ ചെന്നിട്ട് ഹജ്ജിന്റെ ആ പ്രദേശങ്ങളിൽ ചെന്ന് അത്വാഇനെ ചെന്ന് കണ്ടു. ഇത് പറഞ്ഞു, ഞാൻ ഹജ്ജിന് വന്നാണ്, ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെയോ എന്നാണ്. അത്വാ ഉടനെ ചോദിച്ച ചോദ്യമുണ്ട്, മിമ്മൻ അന്ത, മിമ്മൻ അന്ത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അത് അറിഞ്ഞിട്ടേ ഒപ്പം കൂട്ടാൻ പറ്റുള്ളൂ. ഹജ്ജിനെന്ന് ഉറപ്പല്ല, മുസ്ലിം എന്ന് ഉറപ്പാണല്ലോ. എന്നിട്ടാ ചോദിക്കുന്നത്, ഇന്ന് ആ കാലത്ത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ. അപ്പൊ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, മിമ്മൻ ലാ യസുബ്ബു സലഫ് വയുഅ്മിനു ബിൽ ഖദർ വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബ. നീ ഏതാ ഗ്രൂപ്പ്, നീ ഏതാ വിഭാഗം എന്നാണ് ചോദിച്ചത്. മറുപടി കൊടുത്തു, ഞാൻ സ്വഹാബിമാരെ ചീത്ത പറയാത്ത ആളാണ്, അതേപോലെ ഖദറിൽ വിശ്വാസമുള്ള ആളാണ്. ഒരു മുസ്ലിമും കാഫിറാണ് എന്ന്
വിധി എഴുതാത്ത ആളാണ് ഞാൻ. അവ മനസ്സിലായി ഷിയല്ല, ഖവാരിജല്ല, ഖദരിയല്ല എന്നൊക്കെ മനസ്സിലായി ഈ വാക്കെന്ന്. അത് പറഞ്ഞു അറഫ്തു ഫൽസം, എന്നെ മനസ്സിലായി, കൂടെ കുടിക്കോർ. ഇതാണ് ആ ഒരു കാലഘട്ടം. അതിനുശേഷം പിന്നെ ജഹ്മികൾ വന്നു, ജബരികൾ വന്നു, മുഅ്തസിലിയാക്കൾ വന്നു, അതേപോലെ റാഫിദിയാക്കൾ വന്നു. ഇങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങൾ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിലൊക്കെയായി വ്യത്യസ്തമായ സംഘങ്ങൾ ഉടലെടുത്തു. അവരൊക്കെ വാദിച്ചു ഞങ്ങളാണ് ശരിയായ മുസ്ലിമീങ്ങൾ. മുഅ്തസിലിയാക്കൾക്ക് അവരുടെ അസലുകൾ 5 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. മുഅ്തസിലിയാക്കൾ ബുദ്ധിക്കാണ് പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം കൊടുക്കുക. ഒരു കാര്യം പ്രമാണത്തിന് വന്നു, പക്ഷെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രമാണം സ്വീകരിക്കേണ്ടതില്ല എന്നാണ് മുഅ്തസിലിയാക്കളുടെ ബേസ്. അവർ 5 അടിസ്ഥാനങ്ങൾ, ആ 5 അടിസ്ഥാനം. ഒന്നാമത്തെ കാര്യം എന്താ? അത്തൗഹീദ്. അപ്പൊ കേൾക്കുമ്പോൾ ആർക്കുന്നത് എന്താ തൗഹീദ് അല്ലേ, എന്താ കുഴപ്പം? പക്ഷെ എന്താ ഓരോ തൗഹീദ്? അവിടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ എല്ലാ വിശേഷണങ്ങളെയും നിഷേധിക്കുക. അല്ലാഹ്ക്ക് റഹ്മത്തില്ല, അല്ലാഹ് റഹ്മാനല്ല, അല്ലാഹ്ക്ക് ഇൽമില്ല, അല്ലാഹ്ക്ക് ഖുദ്റത്തില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മുഴുവൻ വിശേഷണങ്ങളെയും നിഷേധിക്കുക. അതാണ് ഓരോ തൗഹീദ്. കാരുണ്യം എന്ന വിശേഷണം അല്ലാഹ്ക്കില്ല, കഴിവ് എന്ന വിശേഷണം അല്ലാഹ്ക്കില്ല, അറിവ് എന്ന വിശേഷണം അല്ലാഹുവിനില്ല, കാഴ്ച, കേൾവി ഇതൊന്നും അല്ലാഹുവിനില്ല എന്ന് പറയണം. അതാ അവിടെ തൗഹീദ്. അപ്പൊ ഇതറിയാത്ത ഒരാളോ ആയി പോയി പെട്ടുപോകും. പരിചയപ്പെടുമ്പോൾ എന്താ നിങ്ങളെ ആശയം, എന്താ നിങ്ങളെ നയം, എന്താ ഞങ്ങൾ നയം, അങ്ങനെ ഏറ്റവും അടിസ്ഥാനം ഒന്നാമത്തെ തൗഹീദാണ് എന്ന്. ഇത് കുഴപ്പമില്ലല്ലോ, നമുക്ക് തൗഹീദല്ലേ വേണ്ടത്. പക്ഷെ ഓരോ തൗഹീദോ അത് വേറെ തൗഹീദാണ്. ഇങ്ങനെ പിഴച്ച സംഘങ്ങൾ ലോകത്ത് വന്നു. അതിലൊക്കെ ലക്ഷക്കണക്കായ മനുഷ്യന്മാരെ പോയി പെടുകയും ചെയ്തു. മുഅ്തസിലിയാക്കൾ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മനുഷ്യന്മാരാണ്. ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പലതും ഭരിച്ചത് ഈ മുഅ്തസിലിയാക്കളായിരുന്നു. ബസറയും ബഗ്ദാദും കൂഫയും പോലുള്ള പ്രദേശങ്ങൾ മുഅ്തസിലിയാക്കൾ ഭരിച്ച സാഹചര്യങ്ങളുണ്ടായി. രാജ്യത്തെ ഔദ്യോഗിക ആശയം മുഅ്തസിലി ആശയമായി പ്രഖ്യാപിച്ചു. ഖാദിമാര്, ജഡ്ജിമാര് കോടതിയിൽ വിധിക്കുക മുഅ്തസിലി ആശയപ്രകാരമാണ്. മദ്രസയിൽ മക്കളെ പഠിപ്പിക്കുക മുഅ്തസിലി ആശയപ്രകാരമാണ്. പള്ളിക്കിലെ പഠന ക്ലാസ് മുഴുവൻ മുഅ്തസിലി ആശയപ്രകാരമാണ്. മുഅ്തസിലി ആശയമില്ലാത്ത ഒരാൾക്ക് ഖതീബാകാൻ പറ്റൂല, ഇമാമാകാൻ പറ്റൂല, ക്ലാസ് എടുക്കാൻ പറ്റൂല, വാഴ്ന്നു പറയാൻ പാടില്ല, അയാൾ ആ വക ദീനിയായി ഒന്നും ചെയ്യാൻ പാടില്ല. എന്തിനേറെ റേഷൻ കടയിൽ പോയാൽ മുഅ്തസിലിയാക്കളെ കാർഡുമ്പോ ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ, അല്ലാത്തവനെ കാർഡുമായി ചെന്നാൽ ഒന്നുമില്ല. ഇന്നത്തെ കാലത്തുള്ള ഈ വെള്ളക്കാർഡും ചുവപ്പ് കാർഡും എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് 2 ഐറ്റം കാർഡാണ്. അഹ്ലുസുന്നയിൽപ്പെട്ടൊരു കാർഡ്, മുഅ്തസിലിക്ക് വേറെ കാർഡ്. അപ്പൊ അഹ്ലുസുന്നയിൽപ്പെട്ട റേഷൻ പീടിയിൽ പോയിട്ട് കാർഡ് കൊടുത്താൽ ഈ കാർഡ് അപ്രാവശ്യം ഒന്നുമില്ല, പോയിക്കോളി അറിയും. മറ്റവനെ വാരിക്കോരി കൊടുക്കുക. അപ്പൊ കുറെ ആൾക്കാർ കാർഡ് ചോപ്പാക്കാൻ വേണ്ടി മുഅ്തസിലിയായി മാറി. പട്ടിണിന്റെ കാര്യമാണ്, വേറെ നിർവാഹമൊന്നുമില്ല. വേറെ ഒന്നും ഭക്ഷണം കിട്ടാനില്ലല്ലോ, പുറത്തടി വാങ്ങാൻ കിട്ടൂല, ഭരണകൂടം നൽകുന്ന ഭക്ഷ്യവസ്തുക്കളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയിക്കാണ്ട് അവിടെ പോയിട്ട് പറയും ഞാൻ മുഅ്തസിലി ആയിട്ടുണ്ട്, ഇനി കാർഡ് മാറ്റി തരണം. അപ്പൊ ഇന്റർവ്യൂ ചെയ്യും, ഖുർആൻ അള്ളാന്റെ കലാമാണോ, അള്ളാന്റെ സൃഷ്ടിയാണോ? സൃഷ്ടിയാണ്. അല്ലാഹ് റഹ്മാനാണോ? അല്ല. ശരി, ഓ പാസ്സായി, ഓന് കാർഡ് മാറ്റി കിട്ടി. പിന്നെ ഓന് വലിയ സുഖം. ഓന് എവിടെ ജോലിക്കെന്നാലും ഇന്റർവ്യൂ എന്നാൽ ആദ്യം കാർഡ് വയ്ക്കും. കാർഡ് ഓ അഹ്ലുസുന്നയാണ്, ഓനെടുക്കാൻ പറ്റില്ല. അങ്ങനെ അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് ഒരു ജോലിയുമില്ല, ഒരു പള്ളിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂല, എവിടെ ഇമാമക്കാൻ കഴിയില്ല, അവർക്ക് ഇവിടെ അംഗീകാരമില്ല. അത്ര വരെ പ്രയാസപ്പെടുത്തിയ ഘട്ടങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം അഹ്മദ് 70-ാമത്തെ വയസ്സിലാണ് ജയിലിൽ പോയത്. 2.5 കൊല്ലം ജയിലിൽ കിടന്നു. ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്. ഖുർആന് അള്ളാന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 2.5 കൊല്ലം ജയിലിലിട്ടു. ജയിലിൽ പോകുമ്പോൾ 70 വയസ്സ് പ്രായമാണ്. 2 കാലിലും ഭാരമേറിയ ചങ്ങല കൊണ്ട് കെട്ടിബന്ധിച്ചു. ജുമയ്ക്ക് ശേഷം പരസ്യമായി പള്ളിയുടെ മുറ്റത്ത് വെച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്തു. വലത്തും ഇടത്തും ഓരോരുത്തർ നിർത്തി
2 പോലീസുകാര്. ആ 2 പോലീസുകാര് ഈ 2 വീതം ചാട്ടവാറും പിടിച്ച് അദ്ദേഹത്തെ 2 ഭാഗത്തു നിന്ന് മാറി മാറി അദ്ദേഹത്തെ അടിച്ചുകൊണ്ടേയിരുന്നതാണ്. അവസാനം അദ്ദേഹം അടികൊണ്ട് ബോധം കെട്ടുകൂടും. മകൻ അബ്ദുള്ള പറയാണ്, ഞങ്ങളൊക്കെ സാക്ഷികളാണ്. ബാപ്പാനെ അടിക്കണം, ഒന്നും ചെയ്യാൻ വയ്യ. പോലീസ് അടിക്കുക, എന്ത് ചെയ്യാൻ പറ്റാം? ബാപ്പ ബോധം കെട്ട് വീണു. അവസാനം ഞാനൊരു പഴയ പായ കണ്ടൂടെ, ആ പായ എടുത്തു കൊണ്ടുപോയിട്ട് ബാപ്പാന്റെ മേലിട്ടു. ഇനി അടിക്കണമെങ്കിൽ ഈ പായന്റെ മേലെ അടിച്ചോട്ടെ, ഒരു കാര്യം സഹിക്കാൻ പറ്റുന്നില്ല ബാപ്പ അടിക്കുന്ന രംഗം കാണാൻ. ശരീരത്തിന്റെ പല ഭാഗത്തും മാംസം എങ്ങനെ ഒടിഞ്ഞ് മുറിഞ്ഞ് തൂങ്ങിക്കിടന്നു. അവസാനം ബാപ്പാനെ വെറുതെ വിട്ടപ്പോൾ ഞങ്ങൾ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി 6 മാസം ചികിത്സിച്ചിട്ടാണ് ബാപ്പാക്ക് എഴുന്നേറ്റ് നടക്കാൻ പിന്നെ പറ്റിയതാണ്. ആ കോലത്തിൽ ബാപ്പാനെ അടിച്ചവർ അവശനാക്കി. എന്തിന്? ഖുർആൻ അള്ളാന്റെ കലാമാന്ന് പറഞ്ഞിട്ട്. ഖുർആന് അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് അന്നത്തെ വലിയൊരു അസ്ലാണ്. സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ എന്നാണ്. ഇന്നിപ്പോ നമുക്ക് ആലോചിച്ചപ്പോ എന്താ ഖുർആന് കലാമാണോ മഖ്ലൂക്കാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ നമ്മളെ നോക്കാൻ പോണ് എന്നല്ലേ നമുക്കിപ്പോ എന്ത് തോന്നുള്ളൂ. അന്ന് തൗഹീദിന്റെ അടിസ്ഥാനം അതായിരുന്നു. അങ്ങനെ പുതിയ പുതിയ സംഘങ്ങൾ, ആശയങ്ങൾ ലോകത്ത് വന്നു. അവിടേക്ക് ശരിയെ വേർതിരിക്കാൻ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഒരു ഐഡന്റിറ്റി സ്വീകരിച്ചു പോന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ അഹ്ലുസുന്ന എന്ന പേരിൽ തന്നെ ഒരുപാട് വ്യാജനകൾ വരാൻ തുടങ്ങി. അശ്അരികൾ വന്നു, പോലും അഹ്ലുസുന്നയാണ്. മാതുരിദികൾ വന്നു, അവരും പേര് അഹ്ലുസുന്നയാന്ന് പറയാം. സൂഫികൾ വന്നു, അവരും പരിചയപ്പെടുത്താം ഞങ്ങൾ അഹ്ലുസുന്നയാണ്. അപ്പൊ പിന്നെ അഹ്ലുസുന്ന പറഞ്ഞിട്ടും കാര്യമില്ല. അഹ്ലുസുന്ന പറഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ ഏതാണ് പിടുത്തം കിട്ടുന്നില്ല. അശ്അരികളുണ്ട്, മാതുരിദിനെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, മഹല്ലിലൊക്കെ മെമ്പർഷിപ്പ് ഇട്ടണമെങ്കിൽ അശ്അരി മാതുരിദി രണ്ടാലൊന്ന് സ്വീകരിക്കുന്ന ഒപ്പിട്ടെടുക്കണം, അപ്പോഴേ മെമ്പർഷിപ്പ് ഇട്ടുള്ളൂ. ഈ അശ്അരി എന്താ മാതുരിദി എന്താ അന്ന് പാലിക്കും അറിയില്ല. അത് ഒപ്പിടാൻ പറഞ്ഞ കമ്മിറ്റിക്കും അറിയില്ല, നിശ്ചയിച്ച ഉസ്താദിനും അറിയില്ല, ഒപ്പിടുന്ന സാധുവിനും അറിയില്ല. പക്ഷെ ഫോമിൽ ഒപ്പിട്ടാൽ മതി, ഒരു മെമ്പറായി. ഇതാ നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇവരൊക്കെ അവകാശവാദം ഞങ്ങൾ അഹ്ലുസുന്നയാണ്. അപ്പൊ സ്വാഭാവികമായും അഹ്ലുസുന്ന എന്ന പേര് കൊണ്ട് മാത്രം തിരിച്ചറിയാൻ കഴിയാത്ത ഘട്ടം വന്നു. അവിടെയും വ്യാജനകളുണ്ടായി. അപ്പൊ പിന്നെ അഹ്ലുസുന്നയിൽ തന്നെ ഒന്നുകൂടെ വേർതിരിക്കാൻ എന്തെങ്കിലും പുതിയൊരു ഐഡന്റിറ്റി ആവശ്യമായി വന്നു. അവിടെയാണ് മൻഹജു സലഫ്, ത്വരീഖത്തു സലഫ്, അതേപോലെ മസ്ലക്കു സലഫ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ഹിജ്റ 6, 7, 8 നൂറ്റാണ്ടിലൊക്കെ പണ്ഡിതന്മാർ ധാരാളമായി ഉപയോഗിച്ചത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ പലരും പറയും, ആളുകൾ ഇത് പല അഭിപ്രായക്കാരാണ്. നമ്മുടെ നിലപാട് മൻഹജു സലഫ്, സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ത്വരീഖത്തു സലഫ്, സലഫീങ്ങളുടെ മുൻഗാമികളുടെ മാർഗമാണ് ഇതിലെ ശരിയായ മാർഗം എന്നൊക്കെ പറയുന്നൊരവസ്ഥയ്ക്ക് പിന്നെ എത്തി. അതാണ് ഇന്നും നമ്മൾ സലഫികൾ എന്നൊരു പേര് സ്വീകരിക്കുന്നത്. അല്ല, ഒരു സംഘടനാ പേരല്ല സലഫീന്ന്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ്. സലഫ് മുൻഗാമികൾ, സലഫികൾ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവർ, അതാ സലഫിയാണ്. മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവർ. കാരണം ലോകത്ത് 2 തരമായി മാറി മുസ്ലിമീങ്ങൾ. ഒരു ത്വരീഖത്തു സലഫ്, മറ്റു ത്വരീഖത്തുൽ ഖലഫ്. മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവരും പിൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവരും. നമ്മുടെ നാട്ടിലൊക്കെ സമസ്തക്കാരൊക്കെ സ്വീകരിക്കുന്നത് ത്വരീഖത്തുൽ ഖലഫാണ്. അല്ല, അവരെ കിതാബിലൊക്കെ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. അവർ പറയും മുൻഗാമികളുടെ മാർഗമാണ് ഏറ്റവും അറിവുള്ള മാർഗം, എന്നാൽ പിൻഗാമികളുടെ മാർഗമാണ് ഏറ്റവും സൂക്ഷ്മതയുള്ള മാർഗം. ത്വരീഖത്തു സലഫ് അഅ്ലമു വഅഹ്കം വത്വരീഖത്തുൽ ഖലഫ് അഹ്വത്. പിൽക്കാലക്കാരുടെ മാർഗമാണ് ഏറ്റവും സൂക്ഷ്മത, അതുകൊണ്ട് ആ മാർഗം സ്വീകരിക്കുന്നു എന്നാണ് അശ്അരികൾ പൊതുവെ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിന്റെ അഖീദ ഇവിടെ സ്വീകരിക്കൂല, ഇമാം മാലിക്കിന്റെ അഖീദ ഇവിടെ സ്വീകരിക്കൂല, ഇമാം അഹ്മദിന്റെ അഖീദ, ഇമാം ബുഖാരിയുടെ അഖീദ ഇവിടെ സ്വീകരിക്കൂല. പകരം പിൽക്കാലത്ത് വന്ന ആളുകളുടെ, പിൽക്കാലക്കാരായി വന്ന ആളുകളുടെ അഖീദയാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് പള്ളി ദിവസമൊക്കെ അഖീദ പഠിപ്പിക്കാൻ കിതാബ് വെച്ചാൽ ഒരു പറയാ, ഒന്ന് ഷറഹുൽ അഖായിദ്, തഫ്താസാരി എന്ന് പറയുന്ന
ഒരു പിൽക്കാല അശ്അരി പണ്ഡിതന്റെ ഒരു ഗ്രന്ഥമുണ്ട്, ശറഹുൽ അഖായിദ് നസഫിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം. അതോ സമാനമായ ഗ്രന്ഥങ്ങൾ ജൗഹറത്ത് തൗഹീദ് പോലെ അങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളാണ് പലപ്പോഴും അഖീദ പഠിപ്പിക്കാൻ, വിശ്വാസം പഠിപ്പിക്കാൻ നമ്മുടെ പള്ളി ദർസുകളിൽ, സുന്നി അറബി കോളേജിൽ ഒക്കെ സ്വീകരിച്ചു പോകുന്നത്. അതൊക്കെ ത്വരീഖത്തുൽ ഖലഫ്, പിൽക്കാലക്കാരുടെ മാർഗമാണ്. ഓരോ ന്യായപ്രകാരം പിൽക്കാലക്കാരുടെ മാർഗമാണ് സൂക്ഷ്മമായ മാർഗം, പൂർവികന്മാരുടെ മാർഗമാണ് ഏറ്റവും ഇൽമുള്ള മാർഗം. പക്ഷെ അത് സൂക്ഷ്മത കുറവാണ് എന്നാണ് ഒരു കണ്ടെത്തിയ വഴി. അതൊരിക്കലും ന്യായമല്ല. എന്താണെങ്കിലും പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്തിന് വ്യത്യസ്തമായ വിഭാഗങ്ങൾ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അത് ഇനിയും കൂടി കൂടി വരും, ഇത് അവസാനിക്കുന്നില്ല. ഖിയാമത്തിലേക്ക് പോകുന്തോറും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുകൾ കൂടുകയേ ഉള്ളൂ, അല്ലാതെ ഇതൊക്കെ അവസാനിച്ചു എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. വിവാദങ്ങൾ വരും, ബഹളങ്ങൾ വരും, അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. അത് വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടാവാം, സംഘടനാ ഭാഗത്തുനിന്നുണ്ടാവാം, ലോകത്ത് ഏത് കോണിൽ നിന്നും വരാം. ഏത് കോലത്തിലാണ് വിവാദം വരിക എന്ന് പറയാൻ കഴിയില്ല. ഇതൊന്നും ഒരു ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല, എല്ലാവരും കൂടി ഒന്നാകട്ടെ, എന്നിട്ട് ഇനിയിപ്പോൾ ഞാനൊന്നിക്കൊള്ളൂ എന്നാണോ തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഇതൊക്കെ അവസാനിച്ച് എല്ലാം കൂടി ഒന്നായി നല്ലക്ക് പോകുകയാണെങ്കിൽ അപ്പം നോക്കാം. അതുവരെ ഞാൻ ഒന്നിക്കില്ല എന്ന് പറയാൻ നമുക്ക് പോയിന്നല്ലാതെ വേറൊന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞത്, ഈ ഉമ്മത്ത് 73 മാറുമ്പോൾ ഏതും സ്വീകരിക്കണ്ട എന്നല്ല പറഞ്ഞത്, എല്ലാം ശരിയാണ് എന്നുമല്ല പറഞ്ഞത്. ഒന്നാണ് സ്വർഗത്തിൽ, ബാക്കിയെല്ലാം നരകത്തിലാണ്. ആ ഒന്ന് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു സംഘടന പേരല്ല, ഒരു പാർട്ടി പേരല്ല നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. പകരം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏത് വഴിയിലാണോ ആ വഴി സ്വീകരിക്കുന്നവർ. അതൊരു അളവുകോലാണ്, അതൊരു അളവുകോലാണ്. അത് ഏത് വിഷയത്തിലേക്കും പറ്റിയ അളവുകോലാണ്. അത് ജിന്ന് വിഷയവും പറ്റും, അതേപോലെ തൗഹീദിന്റെ വിശദാംശങ്ങളിലേക്കും പറ്റും, നിസ്കാരത്തിന്റെ കാര്യത്തിനും പറ്റും, ഏത് കാര്യത്തിലേക്കും വെക്കാൻ പറ്റിയ അളവുകോലാണ് മാ അന അലൈഹി വഅസ്ഹാബി. ഇപ്പൊ നിസ്കാരം എടുക്കുക, നമ്മുടെ നാട്ടിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ 5 നിലപാട് മുസ്ലിമീങ്ങൾ പൊതുവേണ്ട്. 5 ഐറ്റം നിലപാട്. ഒന്ന് ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും സ്വീകരിക്കുന്ന നിലപാട്, 5ാമത്തെ നിസ്കാരം ഫർളാണ്, അതൊരു നിലപാടാണ്. നമ്മളൊക്കെ അതാണ് സ്വീകരിച്ചു പോണത്. അത് സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയമല്ല. 5 നേരം നിസ്കാരം ഫർളാണെന്ന് പറയാൻ നമുക്കെന്താ തെളിവ്? നമ്മുടെ ഖുർആൻ ആയത്ത് പറയും, നബി തങ്ങളുടെ ഹദീസ് പറയും. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചേകന്നൂർ മൗലവിയുടെ ആളുകൾ, അവരെന്താ പറഞ്ഞത്? നിസ്കാരം 3 വക്തുള്ളൂ, 5 വക്തില്ല. നിസ്കാരം 3 വക്തേ ഉള്ളൂ, 5 വക്തില്ല. തെളിവെന്താ പറയാ? ഖുർആൻ ആയത്തുണ്ട്, നിസ്കാരം 3 മതി എന്ന്. ഇതാണ് പറയാ. ഇനി ഇബാദിയാക്കളൊക്കെ കാണാം, നിസ്കാരം 5 എണ്ണം ഉണ്ട്, പക്ഷെ ആ 5 എണ്ണം 3 സമയത്ത് നിർവഹിച്ചാൽ മതി. ഒമാനിലൊക്കെ പോയ മനുഷ്യന്മാർക്കറിയാം, അവിടെയൊക്കെ ഇബാദികളാണ് കൂടുതൽ. 5 നിസ്കാരം ഉണ്ടാകും, പക്ഷെ 3 സമയത്തായിട്ടാണ് ആ 5 നിസ്കാരം നിസ്കരിക്കുക. ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും നിസ്കരിക്കും, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കും, സുബഹി വേറെ നിസ്കരിക്കും. അവിടെയൊക്കെ ഇമാം വെക്കുമ്പോൾ മുന്നിൽ കാണാൻ അങ്ങനെ ചെറിയൊരു ഒരു അടയാളം വെക്കും. ആ അടയാളത്തിന് 4 ഭാഗമുള്ള ചതുരത്തിൽ കട്ടുണ്ടാവും. ഒരു ഘട്ടം, ഒരു ഭാഗത്ത് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഇങ്ങനെ 4 എഴുതിയിട്ടുണ്ടാവും. ഇമാമിനെ മുന്നിൽ വെക്കും. അപ്പൊ ഇത് ഇമാമ് ഏതാണ് നിസ്കരിക്കാന്ന് ബാക്കിൽ വെച്ചോ അറിയാൻ വേണ്ടിയാ. അസ്ബുക്കായി വെച്ചിലാക്ക് ഇമാമ ളുഹറാണോ അസ്റാണോ അറിയില്ലല്ലോ. അത് അറിയാൻ വേണ്ടി ഇമാമിന്റെ മുന്നിൽ ഈ ഒരു കുന്തങ്ങനെ നാട്ടിക്കും. അപ്പൊ അയിമുണ്ടാവും ളുഹർ. അപ്പൊ മനസ്സിലാക്കി ഇമാമ ളുഹറാണ്. 5 നിസ്കാരം 3 നേരത്ത്. തെളിവെന്താണ്? ഖുർആൻ ആയത്തിൽ പറയാം. ഇനി 4ാമത്, നമ്മുടെ നാട്ടിൽ ത്വരീഖത്തുകാരുടെ വാദമുണ്ട്, നിസ്കാരം 5 വക്തുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും നിർബന്ധമില്ല എന്നാണ്. അത് സാധാരണക്കാർക്കേ ഉള്ളൂ. സാധാരണക്കാരൻ കുറെ കാലം നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അങ്ങ് അടുത്ത് അള്ളാഹിന്റെ ഔലിയായി മാറിയാൽ പിന്നെ നിസ്കരിക്കണ്ടെന്ന്. അത് ത്വരീഖത്തുകാരുടെ ഔദ്യോഗിക ആശയമാണ്. ഒരു പറഞ്ഞത് സാധാരണക്കാർക്കുള്ള നിസ്കാരം, സാധാരണക്കാരൻ നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടി അള്ളാഹുലേക്ക് ലയിക്കും, ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്ന പോലെ. അതിനാണ് അവര് ഹുലൂല്, ഇത്തിഹാദ് എന്നൊക്കെ പറയാം. ഹുലൂൽ എന്ന് പറഞ്ഞാൽ ഒരു കല്ല് വെള്ളത്തിൽ കിട്ടുന്നത് പോലെ,
ഇവനും പഠിച്ചോണ്ട് ഒന്നായി. പക്ഷേ കല്ല് വെള്ളത്തിട്ട കല്ല് വേറെയും വെള്ളം വേറെയും കാണും. അതാ ഹുലൂല്. ഇത്തിഹാദ് ഉപ്പ് വെള്ളത്തിൽ കിട്ടുന്നത് പോലെ. എന്താ വ്യത്യാസം? ഉപ്പ് വെള്ളത്തിൽ കിട്ടാൻ പിന്നെ ഉപ്പ് വേറല്ല, വെള്ളം വേറല്ല. ആ ഉപ്പ് ലയിച്ച് വെള്ളത്തിന്റെ ഭാഗമായിട്ട് മാറി. കല്ലിട്ടാലോ കല്ല് ലയിക്കൂല, പക്ഷെ കല്ല് ആ വെള്ളത്തിന്റെ ഭാഗമായി കിടക്കുന്നു. ഇങ്ങനെ അടിമയും ഉടമയും കൂടെ ഒന്നായി മാറുന്നു. പിന്നെ നിസ്കരിക്കേണ്ട കാര്യമില്ല. തെളിവെന്താ പറയാ? ഖുർആനായത്ത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ വരുന്നത് വരെ. യഖീൻ നമുക്ക് അറിയുന്ന വാക്കാണല്ലോ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാ സാധാരണ അർത്ഥം. അപ്പൊ ഉറപ്പാകുന്നവരെ ഇബാദത്ത് എടുക്കുക. ഉറപ്പായാലോ പിന്നെ ഇബാദത്ത് വേണ്ട. അപ്പൊ ഔലിയാക്കന്മാർക്ക് ഉറപ്പായി നിസ്കരിക്കൂല. അങ്ങനെയാണ് നിസ്കരിക്കാത്ത സയ്യമ്മയുടെ പോലും, നിസ്കരിക്കാത്ത കോയപ്പാപ്പയും, നിസ്കരിക്കാത്ത അമ്മങ്കുന്ന് ബിരാനപ്പാപ്പൊക്കെ ഉണ്ടായത്. ഓരൊക്കെ ഉറപ്പായവരാണ്. അല്ലാത്തവരോ ഉറപ്പില്ലാത്തോ അങ്ങനെ നിസ്കരിക്കാൻ എപ്പോഴും. ഇതാണ് 4ാമത്തെ നിലപാട്. 5ാമത്തെ നിലപാട്, നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹനെ ഓർക്കലാണ്, വേറൊന്നുമില്ല. അല്ല ഒതുണ്ടാക്കുക, അവിടുത്തെ മടക്കുക, കിബിലേക്ക് തിരിയുക, എന്നിട്ട് കയ്യെട്ടുക, പിന്നെ കുമ്പിടുക, അതൊന്നുമില്ല. അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ സ്മരണയ്ക്ക് വേണ്ടി നീ നിസ്കാരം നിർവഹിക്കുക. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റിയുള്ള സ്മരണയാണ്. അല്ലാഹ് ഉണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടായാൽ നിസ്കാരം കഴിഞ്ഞു. ഈ 5 നിലപാട് ഇന്ന് മുസ്ലിം ഉമ്മത്തിലുണ്ട്. 5 നിലപാടും തെളിവെന്താണ്? ഖുർആനായത്താണ്. അപ്പൊ ഇതിൽ നിന്ന് ഏതാണ് ശരി? അതിനുള്ള ഐഡന്റിറ്റിയാണ് നേരത്തെ പറഞ്ഞ മാ അന അലൈഹി വസ്ഹബി. 3 നിസ്കാരമുള്ളൂ. പറഞ്ഞാൽ ചോദിക്കാൻ നബി എത്ര നിസ്കരിച്ച്, സ്വഹാബ എത്ര നിസ്കരിച്ചത്? അപ്പൊ ഒരു പറയും സ്വഹാബിനെ നോക്കാൻ പറ്റൂല, മനസ്സിലാക്കുക ഇപ്പം ആള് ശരിയില്ല. അല്ലെങ്കിൽ ഉറപ്പായ നിസ്കരിക്കണ്ട. ശരി, നബി ഉറപ്പായപ്പോ നിർത്തിക്കണോ? സ്വഹാബിനെ ഉറപ്പായപ്പോ നിർത്തിക്കണോ? നബി എന്നും പള്ളിക്ക് വരിക, പിന്നെ പള്ളി കാണില്ല. അപ്പൊ എന്താണ്? എനിക്ക് ഉറപ്പായി, ഇനി ഉറപ്പില്ലാത്ത നിസ്കരിച്ചോളി എന്ന് നബി പറഞ്ഞിരുന്നുവെങ്കിൽ അത് ശരിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സദീഖ് തന്നെ പള്ളിക്ക് വഴി നിർത്തി. കാരണം എന്താ? എനിക്ക് ഉറപ്പായി, അത് യഖീനായി. ഉമർ ഖത്താബ് നിർത്തി, യഖീനായി. അങ്ങനെ യഖീനായോ നിർത്തി പോവുകയാണെങ്കിൽ അതാണ് ശരി എന്ന് മനസ്സിലാക്കാം. പക്ഷെ നബിതങ്ങൾ വഫാത്താകുന്ന അവസാന സമയങ്ങളിൽ, ദിവസങ്ങളിൽ പോലും 2 തോളിൽ കൈയിട്ടുകൊണ്ട് കാല് മണലിൽ കൂടെ വലിച്ചിട്ടാണ് പള്ളിക്ക് വന്നത്. ഉമർ ഖത്താബ് കുത്തേൽക്കുമ്പോൾ നിസ്കാരത്തിലാണുള്ളത്. അപ്പൊ പിന്നെ പോലും പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലാക്കാം. ഏതിലേക്കുമുള്ളതാണ് ഈ ഒരു ഐഡന്റിറ്റി? മാ അന അലൈഹി വഅസ്ഹാബി. അല്ലാഹുവിനെ മാത്രമേ തേടാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ. അതാണല്ലോ തൗഹീദിന്റെ അസ്ല്. അതല്ല അമ്പിയാക്കന്മാരോടും തേടാം, ഔലിയാക്കന്മാരോടും തേടാം, ജാടത്തങ്ങൾ പോയും പറയാം, തങ്ങന്മാരോടും പ്രാർത്ഥിക്കാം, ആരോടും തേടാം എന്ന് പറയുന്നവരാണല്ലോ സമസ്തക്കാർ. എങ്കിൽ ഈ 2-ൽ ഏതാ ശരി? ഇതന്നെ അവിടുത്തെ സ്കെയില്, അളവ് പോലെ. മാ അന അലൈഹി വഅസ്ഹാബി. നബിതങ്ങൾ കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ തേടിയ സംഭവമുണ്ടോ? ഇല്ല. സ്വഹാബിമാരാരെങ്കിലും ഏതെങ്കിലും സ്വഹാബിന്റെ ഖബറിൽ ചെന്നോ, നബിയുടെ ഖബറിൽ ചെന്നോ അവരോട് തേടിയ ഒരു സംഭവമുണ്ടോ? ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ വഫാത്തിന് ശേഷം 48 കൊല്ലം ജീവിച്ചവരാണ്. നബി തങ്ങൾ വഫാത്താകുമ്പോൾ നബിയുടെ പടയങ്കി അയൽപ്പക്കത്തെ ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ്. നമുക്കറിയാം സംഭവം. പട്ടിണി കൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതായപ്പോൾ അയൽപ്പക്കത്തെ ജൂതന്റെ വീട്ടിൽ പോയിട്ട് 30 സ്വാഇ 60 കിലോ ഗോതമ്പിന്റെ പൊടി നബി ഞങ്ങൾ വായ്പ വാങ്ങിയപ്പോൾ നബിയുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പടയങ്കിയുണ്ട്. ആ പടയങ്കി ഓനത്ത് കൊടുത്തു ഒരു സെക്യൂരിറ്റിക്ക്. ഇതവിടെ വെച്ചോ, നിന്റെ ഗോതമ്പ് പൊടി ഞാൻ മടക്കി തരുമ്പോൾ ഈ പടയങ്കി എനിക്ക് തിരിച്ചേൽപ്പിച്ചാൽ മതി. അഥവാ എനിക്ക് ഈ ഗോതമ്പ് പൊടി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ നഷ്ടപ്പെട്ടു പോണ്ട, ഈ പടയങ്കി വിൽക്കാം, വിറ്റിട്ട് നിന്റെ ഗോതമ്പിന്റെ വില എത്രയാണോ അതെനിക്ക് എടുക്കാം. അതാണ് പണയം. അങ്ങനെ ഈ പടയങ്കി അവിടെ ഏൽപ്പിച്ച് 60 കിലോ ഗോതമ്പിന്റെ പൊടി നബി തങ്ങൾ വായ്പ വാങ്ങി. പക്ഷെ ഈ ഗോതമ്പ് പൊടി മടക്കി കൊടുക്കുന്നതിന് മുമ്പ്
നബി തങ്ങൾ വഫാത്തായി. നബിയുടെ വഫാത്തോടു കൂടി ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ കൂടുതൽ പട്ടിണിയായി, വല്ലാത്ത പട്ടിണിയായി. അങ്ങനെ നബിയുടെ ഭാര്യമാരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ സഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളുടെ ഭാര്യമാർക്കെല്ലാമുള്ള ജീവിത ചെലവ് ഞാൻ സ്പോൺസർ ചെയ്യാം. അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് വകയായി ഇവരെ വീട്ടുകൊക്കെ ഇങ്ങനെ എന്നും ഭക്ഷണം കൊടുത്തേക്കും. ഭക്ഷണങ്ങൾ വരും അബ്ദുറഹ്മാന്റെ വക. ആയിഷ ബീവി പറഞ്ഞോ, ഇതിന് ആവശ്യമില്ല, നബി ഞങ്ങളെ ഖബർ ഇവിടെ ഉണ്ട്, അവിടെ നേർച്ചപ്പെട്ടുണ്ട്, ആ നേർച്ചപ്പെട്ടി വരുന്ന പൈസ തന്നെ മതി ഞങ്ങൾക്കൊക്കെ, അവിടെ നിങ്ങളെ ഔദാര്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. അന്ന് അങ്ങനെ വഴിയില്ല, അങ്ങനത്തെ രീതി ഇല്ല അവിടെ. ഖബർ അന്ന് വരുമാന മാർഗമല്ല, ഖബർ അന്ന് സമ്പാദ്യ വഴിയല്ല. സഹാബിമാരും അങ്ങനെ ഖബറിനെയും വരുമാന മാർഗമാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഏത് വിഷയത്തിലും ശരിയേത് അല്ലാത്തത് എന്ന് തിരിച്ചറിയാനുള്ള എളുപ്പമുള്ള വഴിയാണ് മാ അന അലൈഹി വഅസ്ഹാബി. ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതു മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗം സ്വീകരിക്കുന്നവർ അവരാണ് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ജീവിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തൗഹീദിന്റെ വിശദാംശങ്ങളിൽ, ദീനിന്റെ വിശദാംശങ്ങളിൽ എല്ലാം നമുക്ക് സ്വീകരിക്കാനുള്ളത് ആ ഒരു റൂട്ടാണ്. അതാണ് മൻഹജു സലഫ്, സലഫുകളുടെ രീതിശാസ്ത്രം, മുൻഗാമികളുടെ മാർഗം. മുൻഗാമികൾ എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത്, ദീന് പഠിച്ചത്, അങ്ങനെ സ്വീകരിക്കുക. മുൻഗാമികളൊന്നും വേണ്ട, നമ്മൾ ആയത്തോതി നമ്മൾ അർത്ഥം വെച്ചാൽ മതി എന്നല്ല. ആ റൂട്ടിൽ നിന്നാൽ തെറ്റിപ്പോവുകയില്ല. അതിൽ നിന്നും മാറി സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ഉണ്ടാക്കി മതത്തിന്റെ പേരിൽ. അതാണ് ഇവിടെ സമസ്തക്കാരും അശ്അരികളും അതേപോലെ ആ ഗണത്തിൽ വരുന്ന ആളുകളൊക്കെ ഉള്ളത്. രണ്ട് നിലക്കാണ് തെറ്റിപ്പോവുക. ശരിയായ റൂട്ടിൽ നിന്ന് രണ്ടു വഴിക്കാ തെറ്റിപ്പോവുക. ഒന്നുകിൽ പഠിപ്പിക്കപ്പെടാത്തത് കൂടി മതത്തിൽ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടതിനെ മതത്തിൽ നിന്ന് എടുത്തൊഴിവാക്കും. ഈ രണ്ടേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അല്ലാഹും റസൂലും പഠിപ്പിക്കാത്തത് ദീനായി സ്വീകരിക്കുക, അല്ലെങ്കിൽ അല്ലാഹും റസൂലും പഠിപ്പിച്ചതിനെയും തള്ളിക്കളയുക. ഈ രണ്ടു വഴിക്ക് മനുഷ്യന്മാർ തെറ്റിപ്പോവുകയുള്ളൂ. 72 പാർട്ടി പഴിച്ചാലും ആ വഴികേടുകൾ മുഴുവനും ഈ രണ്ടു വഴിക്കാണ്. മനുഷ്യകുലത്തിന്റെ എല്ലാ വഴികേടും ഈ രണ്ടു വഴിക്കാണ്. രണ്ട് വഴിയാണ്. ഒന്ന് കോപിക്കപ്പെട്ടവരുടെ മാർഗം, ജൂതന്മാരുടെ മാർഗം. രണ്ട് വഴിപിഴച്ചവരുടെ മാർഗം, ക്രൈസ്തവന്റെ മാർഗം. ക്രൈസ്തവന്റെ മാർഗം ഏതാ? വിവരമില്ലാതെ ദീനിലേക്ക് പലതും കൂട്ടിച്ചേർത്തി കൊണ്ടുവരിക. ജൂതന്റെ മാർഗം ഏതാ? തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടാലും അംഗീകരിക്കാതെ തള്ളിക്കളയുക. അതാ ജൂതന്റെ വഴി. ആ രണ്ടു വഴിക്ക് മനുഷ്യന്മാരെ പഴിച്ചു പോകുള്ളൂ. അത് രണ്ടിനും മധ്യയാണ് സത്യം. അതാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം രണ്ടിനും നടുവിലാണ്. അതിൽ നിന്ന് ഒന്നുകിൽ തെറ്റിപ്പോകും ഓവറായിക്കൊണ്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോകും ഇത് എടുത്തൊഴിവാക്കിക്കൊണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ വ്യത്യസ്തങ്ങളായ മതസംഘടനകളെ നാം പരിശോധിച്ചാൽ ഈ നേരായ റൂട്ടിൽ നിന്ന് ഈ ഒരു വഴിക്ക് വഴിമാറിപ്പോയതായി കാണാൻ സാധിക്കും. ഒന്നുകിൽ ദീനില്ലാത്ത പലതും ദീനായി കൊണ്ടടക്കുന്നു. എവിടുന്ന് കിട്ടി വെച്ചാൽ അത് നമ്മൾ ഉസ്താദ് പറഞ്ഞാണ്, അത് ആ ഏടിലുള്ളതാണ്, അത് മറ്റാൾ കിരാവ് കണ്ടതാണ്, അത് ഇയാൾ അവിടുന്ന് ഒരു കീല കേട്ടതാണ്. ഇങ്ങനെ കീലയും കാലയും കിരാവുകളും സ്വപ്നങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിൽ ദീന സ്വീകരിക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെ എത്രയെത്ര അനാചാരങ്ങൾ സമുദായത്തിൽ വന്നു. ഇല്ലാത്ത നിസ്കാരങ്ങൾ, ഇല്ലാത്ത നോമ്പുകൾ, ഇല്ലാത്ത ദിക്റുകൾ, ഇല്ലാത്ത ദുആകൾ, ഇല്ലാത്ത സ്വലാത്തുകൾ എല്ലാം അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയത്. ഇതിനൊക്കെ തെളിവുണ്ടോ ചോദിച്ചാലോ? അപ്പൊ തെളിവ് ആവശ്യമില്ല. ഒരു പഴുത്തുന്ന എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കിതാബായി. പള്ളിക്ക് ഉസ്താദ് പറഞ്ഞാൽ അത് പിന്നെ ദീനി, പിന്നെ ചോദ്യമില്ല. അങ്ങനെ എല്ലാം സ്വീകരിച്ചു പോകുന്ന ഒരു വഴി. മറുഭാഗത്ത് പ്രമാണമാണെന്ന് ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന ആളുകൾ. ഇതര മുജാഹിദ് സംഘടനകൾ, മറ്റു ചില സംഘങ്ങൾ ഒക്കെ പലപ്പോഴും ആ വഴിയാണ് അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോകുന്നത്.
നമ്മൾ പലപ്പോഴും കാട്ടി ഖണ്ഡനം മറക്കാറ്. നിങ്ങൾ പതിവ് പക്ഷെ അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവാം. മർക്കസ് ദഅവ വിഭാഗം അവരും പറയും ഞങ്ങൾ മുജാഹിദാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് മർക്കസ് ദഅവയിൽ നിൽക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3000-ഓളം ഹദീസുകൾ നിഷേധിക്കേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ പലപ്പോഴും കാട്ടി കഴിഞ്ഞ ഖണ്ഡനത്തിൽ. അപ്പൊ അവര് വലിയ വിഷയാക്കി അങ്ങനൊന്നുമില്ല, അത് തെളിയിക്കണം. നമ്മൾ എണ്ണിക്കൊടുത്തു. അവർ നിഷേധിക്കുന്ന 3150 ഹദീസുകൾ എണ്ണിക്കൊടുത്ത ഇത് മുഴുവൻ നിങ്ങൾ നിശ്ചയിച്ചുകൊണ്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ അതേക്കുറിച്ച് മിണ്ടാട്ടില്ല. അപ്പൊ അതൊക്കെ സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളാണ്. ബുഖാരിയിൽ വന്ന, മുസ്ലിമിൽ വന്ന, തിർമിദിയിൽ വന്ന, അബൂദാവൂദിൽ വന്ന, നസായിയിൽ വന്ന, ഇബ്നു മാജയിൽ വന്ന, മുസ്തദ് അഹ്മദിൽ വന്ന, ഇമാം മാലിക്കിന്റെ മുവത്തയിൽ വന്ന, സുനൻ ദാരിമിയിൽ വന്ന, ഇങ്ങനെയുള്ള 11 ഗ്രന്ഥങ്ങളിൽ വന്ന സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന 3000 ചില്ലാനം ഹദീസുകൾ എണ്ണി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടല്ല നിൽക്കാൻ കഴിയില്ല. ഒരു ന്യായം എന്താ? അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് അംഗീകരിച്ചാൽ ഖുർആനെതിരാണ്, അത് അംഗീകരിച്ചാൽ അന്ധവിശ്വാസമാണ്, അത് അംഗീകരിച്ചാൽ അത് ശിർക്കാണ്, ഖുറാഫത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ചു വന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന സ്വീകരിച്ചു പോന്ന അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസുകളെ പോലും തള്ളാൻ തയ്യാറാകുന്നു. ഖുർആൻ പരിഭാഷകളെ, അമാന്യമൊഴിയ പരിഭാഷ പോലും അസ്വീകാര്യമാണെന്ന് പറയുന്നിടത്തേക്ക് അവർ എത്തിച്ചേരുന്നു. അതാണ് വ്യതിയാനങ്ങൾ. സ്ഥിരപ്പെട്ട പലതിനും നിഷേധിക്കുക. അവിടെയാണ് ജിന്നും മലക്കുമൊക്കെ ചർച്ചയാകുന്നത്. അവരുടെ ഇടപെടലുകൾ, അവരുടെ ചില പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ആയത്തിൽ വന്നവ, ഹദീസിൽ വന്നവ അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളുക. അന്ധവിശ്വാസം അതിന്റെ പേരിൽ സമൂഹത്തിൽ വേറുണ്ട്. അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി കണക്കാക്കുക. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെ അന്ധവിശ്വാസം എന്നല്ല. മതത്തിൽ അന്ധവിശ്വാസത്തിനും വിശ്വാസത്തിനും ഒരു കൃത്യമായ മാനദണ്ഡമുണ്ട്. അല്ലാഹും റസൂലും പഠിപ്പിച്ചാൽ അത് വിശ്വാസമാണ്. അല്ലാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ലേ, ഖുർആനിനെയും ഹദീസിനെയും പിൻബലമില്ലേ എങ്കിൽ അത് അന്ധവിശ്വാസമാണ്. അതാണ് വ്യത്യാസം. അല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതൊക്കെ ഖുറാഫാത്ത് എന്നല്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതൊക്കെ ഖുറാഫാത്ത് എന്നല്ല. പ്രമാണത്തിലില്ലേ അത് അന്ധവിശ്വാസമാണ്. പ്രമാണത്തിലുണ്ടോ നമുക്ക് എങ്ങനെ ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നെങ്കിലും അതൊക്കെ വിശ്വാസമാണ്. നബി തങ്ങൾ മെഹ്റാജ് യാത്ര പോയി. ഒറ്റ രാത്രി കൊണ്ട് ആദ്യം മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. പിന്നീട് അവിടുന്ന് ആകാശലോകത്തേക്ക് പോയി. നേരം വെളുത്തപ്പോഴേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. നബി തങ്ങൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഫലസ്തീനിൽ പോയി, അവിടുന്ന് ആകാശലോകത്ത് പോയി, ഒരുപാട് കാഴ്ചകൾ കണ്ടു എന്ന് പറഞ്ഞു വന്നപ്പോൾ മുശ്രിക്കീകൾ പറഞ്ഞു, എന്താ പൈ മുഹമ്മദിന്റെ കഥ? ഇന്നലെ രാത്രി ഇവിടെ ഉണ്ട്, രാവിലെ ഇവിടെ ഉണ്ട്, ഇന്നലെ അതിനിടക്ക് ഫലസ്തീനിൽ പോയത്രേ, ആകാശത്തും പോയത്രേ, എന്താ പൈ പറയണത് എന്നാണ്. ഒരിക്കൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അബൂബക്കർ സിദ്ദീഖിനോട് ചെന്നിട്ട് അവര് പറഞ്ഞു, കണ്ടോ എന്റെ കൂട്ടുകാരപ്പ പറഞ്ഞു പെടുത്തി, ഇനിയെങ്കിലും മോനെ കാര്യത്തിൽ ഒന്ന് മാറി ചിന്തിച്ചൂടെ എന്നാണ്. സിദ്ദീഖ് ചോദിച്ചു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവര് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സിദ്ദീഖ് തന്നെ മറുപടി, എന്റെ നബി അത് പറഞ്ഞെങ്കിൽ സത്യമാണ്, എന്റെ നബി അങ്ങനെ പറഞ്ഞോ എങ്കിൽ സത്യമാണ്. അവർ ചോദിച്ചു, അല്ല ഇതും നിങ്ങൾ സമ്മതിക്കുമോ, ഇത് നിങ്ങൾ വിശ്വസിക്കുമോ? സിദ്ദീഖ് പറഞ്ഞു, അതെ ഞാൻ വിശ്വസിക്കും, അതിലും വലുത് വിശ്വസിച്ച ആളാ ഞാൻ. ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് വഹ്യ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആളാ ഞാൻ. എനിക്ക് പിന്നെ നബി ഒന്ന് ആകാശത്ത് പോയി എന്നാൽ വിശ്വസിക്കാൻ എന്താ പ്രയാസം എന്ന് ചോദിച്ചു. ആകാശത്ത് നിന്ന് മലക്കിറങ്ങി വന്ന് എനിക്ക് വഹ്യ് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച എനിക്ക് ആ നബി ആകാശത്ത് നിന്ന് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ എന്നാണ്. അതാണ് പ്രമാണങ്ങളുടെ പ്രസക്തി.
നബി പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഞാൻ എന്താ ഇപ്പം നബി അങ്ങനെ പറഞ്ഞത്, എന്തേ ഇപ്പം ഹദീസ് അങ്ങനെ ഉണ്ടായത് എന്ന ചോദ്യമില്ല. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, ഇത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു അനുസരിച്ചു. പറഞ്ഞോ ഇല്ലേ അത് അന്വേഷിച്ചാൽ മതി. പറഞ്ഞു ഹദീസ് ഉണ്ട് എന്ന് മനസ്സിലായി, എന്നാലും അങ്ങനെ ഹദീസ് ഉണ്ടായോ, അതുണ്ടാവില്ലല്ലോ, അതെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നല്ല. ചിലപ്പോൾ ആശയം നമുക്കറിയില്ല, നമുക്കത്രേ വിവരമുള്ളൂ, നമ്മളത്രേ പഠിച്ചിട്ടുള്ളൂ. പത്രം വായിച്ചാൽ പോലും പത്രത്തിൽ വന്ന എല്ലാ വാർത്തയും നമുക്ക് മനസ്സിലാകലുണ്ടോ? ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കി, പേപ്പറിൽ വന്ന എല്ലാ വാർത്തയും നമുക്ക് മനസ്സിലാവുമോ? ചിലത് വായിക്കുമ്പോൾ ഒരു വൃത്തം കിട്ടില്ല. ആ ഹെഡിങ്ങനെ എന്താ ഇപ്പം നമ്മൾ മനസ്സിലായതാണ്. കുട്ടികൾ പറഞ്ഞുതരും അതിൻ്റെതാണ്. നമുക്ക് മനസ്സിലാകത്ത് അതുണ്ടാവില്ല, അറിയാം അല്ലേ? എനിക്കതറിയില്ല, എനിക്കത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണ്, ഈ മൊബൈൽ ഫോണിലുള്ള എല്ലാ സൗകര്യവും നമുക്കറിയും. നമുക്ക് ഭാഗം എന്താ അറിയാം, ഫോൺ വിളിച്ചാൽ അറിയാം, ഇങ്ങോട്ട് വന്ന് എടുക്കാനറിയാം, ഏതെന്നാ വാട്സപ്പ് നോക്കാനറിയാം, ഒരു ഫേസ്ബുക്കും അതേപോലെ യൂട്യൂബും അറിയാം. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം സംവിധാനത്തിലുണ്ട്, നമുക്കതൊക്കെ നോക്കാൻ അറിയാം. എന്നാ ഒന്നും ഇല്ലാന്ന് പറയും നമ്മള്. അപ്പൊ ഒരു ഹദീസ് വന്നു, ആ ഹദീസ് എനിക്ക് ഗ്രഹിക്കാൻ മാത്രം ഞാൻ ദീന് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. നബി ഞങ്ങളെ പറഞ്ഞ സത്യമാണ്, പഠിച്ചാലോ ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ ആദർശം എന്ന് പറയുന്നത് എന്താണോ പ്രമാണങ്ങളിൽ വന്നത്, എന്താണോ ഖുർആനിൽ വന്നത്, എന്താണോ ഹദീസിൽ വന്നത്, അത് സ്വീകരിക്കുക. അവിടെ വേറെ ചോദ്യമില്ല. അത് ഏത് വിഷയമായാലും. അതിന് പിന്നെ ഖുറാഫാത്താണ്, അന്ധവിശ്വാസമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇല്ലാത്ത ഒന്നോ സ്വീകരിക്കാൻ പറ്റുകയുമില്ല. ആ ബേസിൽ നിന്നുകൊണ്ട് അള്ളാന്റെ ദീൻ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ഒരാശയക്കുഴപ്പവും എവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരുത്തർ ഹദീസും കൊണ്ടുവരും, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, അങ്ങനെ ഹദീസ് ഉണ്ടോ, എന്നാ ആലോചിക്കണം എന്ന്. ഇല്ല, ആലോചിക്കാനില്ല. അള്ളാന്റെ റസൂലിനെ അള്ളാഹ് അയച്ചതാണ്, ആ റസൂല് വഹയ്യപ്രകാരമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ബോധ്യമുണ്ടോ എങ്കിൽ ആ റസൂല് പറഞ്ഞൊക്കെ ശരിയാണ്. നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടതാണ്. നബിയെ അള്ളാഹ് അയച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ആ നബി വഹയ്യപ്രകാരമാണ് പറഞ്ഞത് എന്ന് ഉറപ്പുണ്ടോ? എങ്കിൽ ആ നബി തങ്ങൾ എന്തു പറഞ്ഞാലും ശരി, എല്ലാം ഞാൻ അംഗീകരിച്ചു. അള്ളാഹ് അയച്ച റസൂലാണ്, പിന്നെ ആലോചിക്കാമല്ലോ. ആ അള്ളാഹ് നിയോഗിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. നബി തങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം, അതിന്റെ രഹസ്യം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കത്രേ ബുദ്ധിയുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ, എനിക്കത്രേ ഇൽമുള്ളൂ, ഞാൻ അത്രയും മതം പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് വിചാരിച്ചാൽ മതി. അല്ല നബി തങ്ങളെ പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റും? ഇല്ലല്ലോ. അതാണ് ശരിയായ നിലപാട്. ആ നിലപാടെടുക്കാൻ നമ്മുടെ കൂട്ടായ്മക്ക് എത്ര കാലം സാധിക്കുമോ അത്രയും കാലം ഈ കൂട്ടായ്മ ഹക്കിലാണ്. ബാക്കി ഏത് സംഘത്തോടും ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഇവിടുത്തെ സമസ്ത ആയിക്കോട്ടെ, ഇവിടുത്തെ KNM ആയിക്കോട്ടെ, മർക്കസുൽ ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, തബ്ലീഗ് ജമാഅത്ത് ആവട്ടെ, ഏതു സംഘമാണെങ്കിലും ആകെ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവർക്ക് എന്താ കുഴപ്പമെന്ന് മനസ്സിലാകാൻ, അവരും ശരിയല്ലേ എന്ന് തോന്നുന്നുവെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അതിലില്ലാത്ത ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് പറയുന്നുവെങ്കിൽ ഹക്കിലാണ്. സമസ്തക്കാരെ ചോദിക്കുക, നിങ്ങൾ ചെയ്യണ ഒരൊറ്റ സംഗതിയും തെളിവില്ലാത്തതില്ല, ഖുർആനോ ഹദീസോ ഇല്ലാത്തത് ഉണ്ടാവില്ല, നബിയോ സഹാബത്തോ ചെയ്യാത്തത് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ ചോദിക്കുക? അത് പറയാൻ പറ്റില്ല. അതൊന്നും ഉറപ്പ് തരാൻ പറ്റില്ല. കാരണം എന്താ, നാരിയ സ്വലാത്ത് ഉണ്ട്. നാരിയ സ്വലാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോ നിന്നുണ്ടായതാണ്. മുഹീദ്ദീന്മാര് 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് നിന്നുണ്ടായതാണ്. കുത്തുബിയ്യത്ത് 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാണ്. നബിദിനാഘോഷം 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇർബൽ രാജാവ് ഉണ്ടാക്കിയതാണ്. ജാറങ്ങള് 1000 കൊല്ലം മുമ്പ് ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത, സ്വഹീഹായ ഹദീസിലില്ലാത്ത, സ്വഹാബിമാർ ചെയ്യാത്ത എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് തെളിയിച്ചാൽ അതൊക്കെ ഒഴിവാക്കിക്കോളാം എന്ന് ഒരു വാക്ക് തരാൻ പറ്റുമെന്ന് ഒരു സമസ്തന്റെ ഉസ്താദ് ചോദിച്ചു നോക്കാം. ഒരു ഉസ്താദും ഏൽക്കൂല. നിങ്ങൾ ചെയ്യുന്ന
നിങ്ങൾ സ്വീകരിക്കുന്ന ഹദീസ് മുഴുവൻ സ്വഹീഹാണ് എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? നിങ്ങൾ ദഈഫ് ഹദീസ് എടുക്കുന്നുണ്ടെന്ന് കാണിച്ചെന്നാൽ അത് നിങ്ങൾ ഒഴിവാക്കുമോ എന്ന് വെച്ചാൽ അതെ ഒഴിവാക്കും എന്ന് പറയാൻ ഒരു സുന്നിക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലാക്കുക, ഒരു നിലപാട് തെറ്റാണ്. ഒരു മർക്കസ് നേതാക്കളെ ചോദിച്ചു നോക്കുക, അല്ലാഹു റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പുള്ള സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസും ഞങ്ങൾ ഒഴിവാക്കുകയില്ല എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. അവിടെ പലപ്പഴങ്ങാട് മാലിക് സലഫി ചോദിച്ചു, നിങ്ങൾ ഇറക്കിയ ഹദീസ് സമാഹാരം ആളുകളെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി മർക്കസ് ദഅവക്കാര് ഇറക്കിയ ഹദീസ് സമാഹാരം എന്ന പുസ്തകം, ഇതിൽ വന്ന എല്ലാ ഹദീസും നിങ്ങൾ സ്വീകരിക്കുക വെച്ചു. അതുപോലും പറയാൻ ധൈര്യമില്ല. അപ്പൊ മനസ്സിലാക്കാൻ റൂട്ട് മാറിയിട്ടുണ്ട്. നമ്മോട് ചോദിക്കുക, സ്വഹീഹായ ഒരൊറ്റ ഹദീസും തള്ളുകയില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ വെച്ചാൽ 100% ഉറപ്പിക്കാം. ദഈഫായ ഒരു ഹദീസ് നമ്മൾ പ്രമാണമായി സ്വീകരിക്കുകയില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? പറ്റും, ഒരു സംശയമില്ല. അത് രണ്ടും ഉള്ള കാലത്തോളം പഴക്കൂല. അതിന് റൂട്ട് മാറിയാലോ സംഗതി ഹദീസൊക്കെ ഉണ്ട്, എന്നാലും അത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല എന്ന് എപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങുമോ അന്ന് റൂട്ട് മാറി എന്ന് മനസ്സിലാക്കാം. അല്ലെ ഹദീസൊന്നുമില്ല, ഹദീസ് ദഈഫാണ്, മൗദൂആണ്, എന്നാലും നമുക്കത് പ്രമാണമാണ് എന്നൊരു ചിന്താഗതി, എന്നൊരു നിലപാട് വിസ്ഡം ഓർഗനൈസേഷന് എന്ന് വരുമോ അന്ന് പഴിച്ചു എന്ന് മനസ്സിലാക്കാം. ഇതാണ് ശരിയെ അല്ലാത്തവയിൽ നിന്ന് വേർതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അല്ലാത്തതൊക്കെ തെളിവിന്റെ വിഷയത്തിൽ കൃത്രിമത്വം കാണിക്കേണ്ടി വരും, തകല്ലുഫ് കൃത്രിമത്വം കാണിക്കേണ്ടി വരും, തെളിവല്ലാത്തതിനെ തെളിവായി സ്വീകരിക്കേണ്ടി വരും, തെളിവായതിനെ തെളിവല്ലാതാക്കി ഒഴിവാക്കേണ്ടി വരും. ശരിയായ വഴിയിൽ നിന്നവർക്ക് മാത്രമേ തെളിവിന്റെ വിഷയത്തിൽ ശരിയായ റൂട്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ പ്രമാണങ്ങളുടെ കാര്യത്തിൽ കൃത്രിമത്വം കാണിക്കേണ്ടി വരും. നമ്മുടെ കൂട്ടായ്മ വ്യതിരിക്തമാകുന്നത് ആ ഒരു മർമ്മത്തിൽ തന്നെയാണ്. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, ഒക്കെ അംഗീകരിക്കുന്നു. ഇല്ലെങ്കിലോ എത്ര വലിയ ആള് പറഞ്ഞാലും അത് ദീനായി സ്വീകരിക്കുകയുമില്ല. ഇതാണ് ശരിയായ ദീനിന്റെ അസ്ല്. അതാണ് മുൻഗാമികളെ പഠിപ്പിച്ചത്, അതാണ് അഹ്ലുസുന്നയുടെ റൂട്ട്, അതാണ് അയിമ്മത്ത് പഠിപ്പിച്ചത്. അവരൊക്കെ പറഞ്ഞതാണ്, ഞങ്ങളെ വാക്ക് ഹദീസിനെതിരായാൽ ഹദീസ് എടുത്തോളി. ഞങ്ങളെ വാക്ക് ഹദീസിനെതിരായി കണ്ടാൽ ഹദീസ് എടുത്തോളി, ഞങ്ങളെ വാക്ക് ഒഴിവാക്കിക്കോളി. അതാണ് ഈ റൂട്ട്. അല്ല ഞങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറത്ത് വരണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിയായ റൂട്ടിൽ നിന്നുകൊണ്ട് ദീനു പഠിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാറുള്ളത്. ഒരുപാട് സംഘം ഉണ്ടാകും, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും, പലതും പറയും. അതൊന്നും നമ്മുടെ ഈമാൻ തെറ്റാൻ നിമിത്തമാകാൻ പാടില്ല. ഓനൊപ്പം കൂടിയതുകൊണ്ട് എൻ്റെ സ്വർഗം പോയി, ആ ടീം കൂടിയതുകൊണ്ട് എൻ്റെ സ്വർഗം നഷ്ടപ്പെട്ടു എന്നാണ് പരലോകത്ത് പോയി വിലപിക്കേണ്ടി വന്നാൽ പിന്നെ തിരുത്താൻ സമയം. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തി നമുക്ക് ബോധ്യമായത് ഏതാണോ വഴി, ആ വഴിയിൽ മാത്രം നിൽക്കുക. മാനുഷികമായ അബദ്ധങ്ങൾ ഉണ്ടായേക്കാം, അത് അല്ലാഹ് പുറത്തരും. മാനുഷികമായ അബദ്ധങ്ങൾ, പോരായ്മകൾ നമ്മൾ ആരും തികഞ്ഞവരല്ല, ആർക്കും കമാലിയത്തില്ല, പൂർണ്ണതയില്ല. പൂർണ്ണത അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പടപ്പുകൾക്കൊന്നും പൂർണ്ണത ഉണ്ടാവില്ല. മാനുഷികമായ കുറവുണ്ടാകും, അത് അല്ലാഹ് പുറത്തരും. ബോധപൂർവം ദീനിൽ കൃത്രിമം കാണിച്ചാൽ അതാണ് ഗൗരവം. ബോധപൂർവം ദീനൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടും അത് മാറ്റിമറിക്കാൻ, ഹക്കിനെ ബാത്തിലാക്കാൻ, ബാത്തിലിനെ ഹക്കാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ഗൗരവമാണ്. ഇമാം റാസി റഹിമഹുല്ലാ ഒരുപാട് കാലം അശ്അരിയത്തും അതേപോലെ ഫിലോസഫിയും മന്തിഖും എല്ലാം സ്വീകരിച്ച് ആ വഴിക്ക് പോയാണ് ഇമാം റാസി റഹിമഹുല്ലാ. 606 ഹിജ്റ വർഷം അദ്ദേഹം വഫാത്തായത്. മരിക്കുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി. എല്ലാം തുടർന്ന് പറഞ്ഞ് അദ്ദേഹം റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യുന്നുണ്ട്. ആ തൗബയിൽ അദ്ദേഹം പറഞ്ഞ വാചകം കാണാം: പടച്ചോനെ, എനിക്ക് ജീവിതത്തിൽ ഹക്കാണെന്ന് ബോധ്യപ്പെട്ട കാര്യമേ ഞാൻ ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളൂ. ഹക്കാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ
ബാത്തിലാക്കാനോ ബാത്തിലാന്ന് ബോധ്യപ്പെട്ട കാര്യത്തെ ഹക്കാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഹക്കാന്ന് ബോധ്യമായത് ഞാൻ സ്വീകരിച്ചു, എനിക്ക് ബാത്തിലാന്ന് ബോധ്യമായത് ഞാൻ ഒഴിവാക്കി. പക്ഷേ അത് പലതും അബദ്ധമായിരുന്നു, അതെനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ അത് എൻ്റെ ഈ മിസ്കീനായ സാധുവായ അടിമയുടെ ഒരു ദുർബലയായി ദൗർബല്യമായി മനസ്സിലാക്കി നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി അതല്ല, ഹക്കാന്ന് ഉറപ്പായിട്ടും ബാത്തിലാക്കാനോ ബാത്തിലാന്ന് ഉറപ്പായിട്ടും ഹക്കാക്കി മാറ്റാനോ ഞാൻ ശ്രമിച്ചുവെന്ന് നിനക്കറിയുമെങ്കിൽ നീ നൽകുന്ന ഏത് ശിക്ഷക്കും റബ്ബേ ഞാൻ അർഹനുമാണ്. എന്നാൽ അദ്ദേഹത്തിന് തൗബ, ആ നിലപാടെങ്കിലും സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം പിന്നെ നമ്മളായിട്ട് മാറ്റാൻ പോയിട്ടില്ല, നമ്മളായിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. നമുക്ക് ഹക്കായി ബോധ്യപ്പെട്ടത് നമ്മൾ അപ്പടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന് മുമ്പിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരാശയക്കുഴപ്പവുമില്ല, എല്ലാം ക്ലിയറാകും. അങ്ങനെ ഓരോന്നും ചോദിച്ചും വായിച്ചും പഠിച്ചും അറിഞ്ഞും കേട്ടും അന്വേഷിച്ചും ബോധ്യപ്പെട്ടിട്ട് മാത്രം നാം സ്വീകരിക്കുക. എന്താ നമ്മൾ ആ ഹദീസ് എടുക്കുന്നത്, എന്താ നമ്മൾ ഈ ഹദീസ് എടുക്കാത്തത്, എന്താ നമ്മൾ ആ സുന്നത്തിനോട് അങ്ങനത്തെ ഒരു നിലപാടില്ലാത്തത്, എന്താ ഇക്കാര്യത്തിൽ ഒരു കണിശമില്ലാത്തത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ ചോദിച്ചും അന്വേഷിച്ചും പഠിച്ചും ബോധ്യമായി നമുക്ക് കൂടെ നിൽക്കാൻ പറ്റാവുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു സംഘമാണ് എന്ന് 100% ബോധ്യമായിട്ട് വേണം ഈ സംഘത്തോടൊപ്പം പോകാൻ. അല്ലാതെ എല്ലാവരും ഇപ്പം അതില്ല, അതിപ്പോൾ ഞാനും ഇപ്പം അതിൽ അത് പറ്റില്ല, ഇന്ന ആളുകളൊക്കെ അതിലുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ, അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. അത് അന്ധമായ അനുകരണമാണ്. അത് നമുക്ക് ഒരു അധിക യോഗ്യതയായി കണക്കാക്കാം. ഹക്കാന്ന് ബോധ്യപ്പെട്ടു, ആ ഹക്കിൽ ഇന്ന മനുഷ്യന്മാരെ കണ്ട് അൽഹംദുലില്ലാ. അല്ലാതെ മറ്റേ മൗലവിദ്യയിലാണല്ലോ ഈ മൗലവിദ്യയിലാണല്ലോ അതുകൊണ്ട് ഞാൻ നിന്നതാണ്, അത് പറ്റില്ല. അത് ദീനിൽ ശരിയായ നിലപാടല്ല. നേരെ മറിച്ച് ഈ റൂട്ടാണ് ശരിയെന്ന് ബോധ്യമായി, ആ ബോധ്യം കൊണ്ട് നാം സ്വീകരിച്ചു. അപ്പൊ അതിൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. ഉദരില്ലെങ്കിലോ എന്നാലും വേണ്ട സ്വീകരിക്കുക, അവരാരും അതിലില്ലെങ്കിലും വേണം സ്വീകരിക്കുക. അപ്പൊ ഓരോ നിലപാടിനെയും കൃത്യമായി ചോദിച്ചും പറഞ്ഞും അന്വേഷിച്ചും ബോധ്യപ്പെടുക എന്നത് പ്രധാനമാണ്. അത് ചിലപ്പോൾ ഈ ക്ലാസ്സിന് മാത്രം കിട്ടിക്കൊള്ളുന്നില്ല, നമുക്ക് വായിക്കാൻ കഴിയും, കേൾക്കാൻ കഴിയും, ഒരുപാട് സംവിധാനം എന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ദീന് കേൾക്കാനും പഠിക്കാനും നാം സമയവും അതേപോലെ സാഹചര്യവും കണ്ടെത്തണം. അപ്പം എനിക്കൊന്നും അറിയില്ലായിരുന്നു, നമ്മളൊക്കെ സാധാരണക്കാരായിരുന്നു എന്ന് പറയാൻ അല്ലാഹുവിന് മുമ്പിൽ പറ്റില്ല. അതിനൊന്നും ഇപ്പം ഇന്ന് ചാൻസ് ഇല്ല. ഏത് ഭാഷയിൽ നമുക്ക് കിട്ടും, ഏത് സമയത്തും കിട്ടും, മൊബൈൽ ഫോണിൽ കിട്ടും, ലോകത്തെവിടെ നിന്നും കിട്ടും. പിന്നെ എനിക്ക് അറിയില്ല എന്ന് പറയാൻ വല്ല വകുപ്പുണ്ടോ? അതൊന്നും ഇനി അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ ന്യായമല്ല. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ശരിയായ ദീന് ഉൾക്കൊള്ളാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി പറഞ്ഞ കാര്യങ്ങളോ അതുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെയായി വല്ലതുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം പറയണം എന്നില്ല, അറിയുമെങ്കിൽ മാത്രം ഉത്തരം പറയും. ചോദിക്കുക എല്ലാ സംഗതിയും പറയാൻ മാത്രം വലിയൊരു വിവരമുള്ള മനുഷ്യരൊന്നുമല്ല ഞാനെന്നും. കുറച്ചു കാലം ഇങ്ങനെ ഇതിനൊക്കെ നടന്ന് പല പണ്ഡിതന്മാരുമായും സഹവസിച്ച് കുറച്ചൊക്കെ അവിടുന്ന് വായിച്ച് അതിന് കിട്ടിയ പരിമിതമായ തുച്ഛമായ അറിവേ ഉള്ളൂ. ആ നിലയ്ക്ക് ചോദിക്കുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ അത് പറഞ്ഞു തരും, അറിയാത്തതാണെങ്കിൽ അത് അറിയില്ല, അന്വേഷിച്ച് പിന്നീട് പറയാം എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഈ കണ്ട മനുഷ്യന്മാരൊക്കെ ഇവിടെ ചോദിച്ചതൊക്കെ എല്ലാത്തിനും ഉത്തരം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരെക്കൊണ്ടും കഴിയുന്ന പരിപാടിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ധാരണക്ക് വേണ്ട. ഒരു ചെറിയ രൂപത്തിൽ താഴ്വാരംഗത്ത് ഇറങ്ങുന്നു, ആ നിലക്ക് ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് അറിയുമെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അപ്പം നമുക്ക് പിന്നീട് അതിനേക്കാളും അറിവുള്ള മനുഷ്യന്മാരെ കൊടുത്തിട്ട് മറ്റൊരു അവസരം വെച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ആയി നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പം നിവാരണം കണ്ടെത്തുകയും ചെയ്യാം. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഒരു മേൽക്കോയ്മയോ നമ്മളിപ്പം ചോദിച്ചിട്ടിപ്പോൾ എന്താ പറയാൻ മോശമല്ലേ, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ, അങ്ങനത്തെ മോശമൊന്നും എനിക്കൊന്നുമില്ല. നിങ്ങളൊക്കെ ഇവിടെ ചോദിച്ചു, ചിലപ്പോൾ നിങ്ങൾ ഒരു 10 ആള് ഒരു 10 ചോദ്യം ചോദിച്ചു, 10 ഉത്തരം കിട്ടുകയായിരിക്കാം. ഇവിടെ വിട്ടില്ല, ചോദ്യം 10 ചോദിച്ചു, പക്ഷെ ഒറ്റൊന്നും ഉത്തരം അറിയില്ല എന്ന് പറയും. വേറെ വഴിയൊന്നുമില്ല അല്ലെ. എങ്ങനെ ഇപ്പം അറിയില്ല എന്ന് പറയാ, ഇവരിപ്പോൾ എന്താ വിചാരിക്കുക, അങ്ങനത്തെ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയുള്ളൂ, അല്ലാത്ത അറിയില്ല എന്ന് പറയും. ഏതായാലും അള്ളാഹുവിന്റെ ദീന് ശരിയാവണ്ണം പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും
അത് ദഅവത്ത് നടത്താനും എല്ലാം നമ്മൾ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.